ഇന്ന് ഞാനുണ്ടല്ലോ നമ്മൾ ഇവിടുത്തെ പറമ്പിലേക്കായിട്ട് ആദ്യം വന്നിട്ടുള്ളത് നമുക്ക് കുറച്ച് കോളിഫ്ലവർ പൊട്ടിച്ചെടുക്കാനുണ്ട്. അത് മാത്രമല്ല നമ്മുടെ വീട്ടിലത്തെ പറമ്പിലും പൊട്ടിക്കാനുണ്ട് കേട്ടോ നമുക്ക്. പിന്നെ നോക്കിയാൽ നമ്മുടെ ഒരു ചീര ഉണ്ടോ, ഹൈറ്റ് നോക്ക്, നിറച്ച് കതിര്. ഈ കതിരാണ് നമ്മളിങ്ങനെ നിർത്തിയിട്ട് ഇങ്ങനെ തന്നെ കൊഴിഞ്ഞ് വീണിട്ടാണ് പിന്നത്തെ വർഷം നമ്മുടെ അവിടെ എന്താ പറയുക ഒരു മഴക്കാലമൊക്കെ കഴിഞ്ഞ് വേനൽക്കാലമൊക്കെ വരുമ്പോൾ മണ്ണൊക്കെ കൊത്തി ഇളക്കണ സമയത്ത് ഈ വിത്തുകൾ വീണിട്ടാണ് നമ്മൾ പറയാറില്ല നമ്മുടെ പറമ്പിൽ തന്നെ ചീരത്തൈകൾ മുളയ്ക്കാറുണ്ട്. ഇതേപോലെ വലിയ കടകളിലത്തെ ചീരയുടെ വിത്താണ് നമ്മൾ വീഴ്ത്തുക. അങ്ങനെ മുളയ്ക്കുന്നതാണ് നമ്മൾ എവിടെ നട്ടാലും ഇങ്ങനെ മുളച്ചൊക്കെ വരുന്നത്. അതിൻ്റെ കടയുടെ സ്ട്രോങ് തന്നെ കണ്ടോ, കട നമ്മളിപ്പോൾ ഇത് അരിഞ്ഞെടുത്ത കാരനാ ഇങ്ങനെ. ഇപ്പോൾ ഈ ചീരക്കടയുടെയും കട നോക്കിയേ, വണ്ണം നോക്കിയേ, ഹൈറ്റ് പോലെ തന്നെയാണ് ചീരക്കടയുടെ വണ്ണം കണ്ട. അപ്പം ഇനി നമുക്ക് കോളിഫ്ലവർ പൊട്ടിക്കാം. നോക്കിയാൽ നമ്മുടെ കോളിഫ്ലവർ കണ്ടോ, ഇതേ രണ്ടെണ്ണം ഞാൻ പൊട്ടിച്ചതിൽ വെച്ചു. പിന്നെ അതൊക്കെ പൊട്ടിക്കാനുള്ളതാട്ടാ, നേരെ കൊട്ടയിലേക്ക് വയ്ക്കുകയാണേ. അപ്പോൾ ഇതാ നമ്മുടെ കോളിഫ്ലവർ എല്ലാം പൊട്ടിച്ചെടുത്തു. രണ്ടെണ്ണം ഞാൻ നിർത്തിയിട്ടുണ്ട് കേട്ടോ, കാരണം ഇത്ര സമയം വരെ നിൽക്കാമെന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഭാഗ്യമാണ്. ഇനി മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ തീരെ നിൽക്കില്ല, വേഗം നാശവും. ഇനി നമുക്ക് കുക്കമ്പർ ഉണ്ട് പൊട്ടിക്കാം കേട്ടോ. കണ്ടോ 3 കുക്കമ്പർ ഉണ്ട് കേട്ടോ ഒന്ന് പൊട്ടിക്കാനായിട്ട്, നമ്മുടെ സ്നോ വൈറ്റ് കുക്കമ്പർ. ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാനൊരു കാര്യം കൂടി കാട്ടിത്തരാം കേട്ടോ. ഇത് ബ്രൊക്കോളി, നമ്മൾ ബ്രൊക്കോളിനെ അരിഞ്ഞെടുത്തിട്ടേ കണ്ട അവിടുത്തെ കൊമ്പ് ചില്ലും പോലെ വരും. അതുമ്പോൾ നമുക്ക് ചെറിയ ബ്രൊക്കോളിനൊക്കെ അരിയാൻ കിട്ടും കേട്ടോ. കാരണം ഒരു മുട്ടത്തോരനൊക്കെ വെക്കി വിടുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാനിതാ നമ്മുടെ വീട്ടിലത്തെ പറമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവിടെയും നമുക്ക് കോളിഫ്ലവർ ഉണ്ടെന്ന് കണ്ടോ. ഇത്രയും വെയിൽ ചൂടായിട്ട് പോലും നമുക്ക് അത്യാവശ്യം കോളിഫ്ലവറൊക്കെ ഇതാ പൊട്ടിക്കാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അധികമൊന്നുമില്ല പൊട്ടിക്കാൻ. അപ്പോൾ നോക്കിയേ, നമ്മളിത് ഇത്രയും കോളിഫ്ലവറാണ് പൊട്ടിച്ചത്. ഇനി നമുക്ക് പൊട്ടിക്കാനുണ്ട് കേട്ടോ. പക്ഷേ അത് നമുക്ക് ഉണ്ടായി കിട്ടണമെങ്കിൽ എങ്ങനെ വേണം, മഴ പെയ്യാതിരിക്കണം. മഴ പെയ്ത് കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞല്ലോ പെട്ടെന്ന് നാശമായി പോവും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പൊട്ടിക്കാൻ കിട്ടും ചെയ്യും. ഇതിപ്പോൾ തന്നെ ഞാൻ അത്യാവശ്യം നമുക്ക് വേണ്ടപ്പെട്ട ആളുകളുണ്ട്, അപ്പോൾ അവർക്ക് കൊടുക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള നമ്മുടെ വിശേഷം ഞാൻ അടുത്ത വീഡിയോയിട്ട് കാണാം കേട്ടോ.